MBBS വിട്ടിട്ട് ഇയാൾ ഓസ്ട്രേലിയയിൽ AI പഠിച്ചു. എപ്പോഴും സിസ്റ്റത്തോടാണ് താല്പര്യം, ഈ കമ്പ്യൂട്ടറിനോട്. അതിലാണ് അയാളുടെ ലോകം. അയാൾക്ക് ഇവിടെ നാട്ടിലും സുഹൃത്തുക്കളൊന്നുമില്ല. പുള്ളി അയാളെ +2 കഴിഞ്ഞപ്പോഴേ ഇവിടുന്ന് പാക്ക് ചെയ്തേ. +2 കഴിഞ്ഞപ്പോഴേ അയാൾ ഇവിടുന്ന് പോയതാണ്, ഓസ്ട്രേലിയയിലേക്ക് പോയതാണ്. പിന്നെ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ തിരിച്ചു വന്നത്. പിന്നെ ഇവരുടെ വീട്ടിലൊരു സ്ഥിരമായ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു, ഒരു ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നു. ആ ജോലിക്കാരി ഈ ഇവരൊക്കെ മരിച്ച സമയത്തും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ മരിച്ച സമയത്തും ഈ പറയുന്ന പ്രൊഫസർ രാജാതങ്കം, ജീൻ പത്മ, കരോലിൻ, ലളിത, ഇത്രയും പേര് മരിച്ച ദിവസവും ആ ജോലിക്കാരി അവിടെ ഉണ്ട്. അവരൊന്നും ചെയ്തില്ല. അവരെടുത്ത് പറഞ്ഞു രാവിലെ ഭക്ഷണം ഉണ്ടാക്കുക, ടേബിളിൽ കൊണ്ടുപോകുക. അവരതുപോലെ ചെയ്തു വെച്ചിട്ട് അവർ പോകും. അങ്ങനെയാണ് അതിൻ്റെ രീതി. എനിക്ക് തോന്നുന്നു പിന്നെ ഇയാളുടെ പോലീസ് പറയുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി ഇയാളുണ്ടാക്കിയ ഒരു കഥയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഒരുപാട് പിന്നെ ഈ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ ഒരുപാട് ഇയാളുടെ ഉണ്ട്. അത് തിരുവനന്തപുരത്തെ ഹൈടെക്സിൽ കണ്ടുപിടിച്ചാണ്. അവര് സെർച്ച് ഹിസ്റ്ററി നമുക്ക് നോക്കാവുന്നതല്ല ഉള്ളൂ. അവർക്ക് എളുപ്പത്തിൽ നോക്കാം, പോലീസിനടുത്ത് നോക്കാം. പോലീസിന് വേണ്ട, നമുക്കെടുത്ത് സെർച്ച് ഹിസ്റ്ററി എന്തൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരുത്തൻ്റെ സെർച്ച് ഹിസ്റ്ററി ഫോൺ എടുത്ത് നോക്കി സെർച്ച് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ എത്തരക്കാരനാണെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് അവൻ്റെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും.